എളുപ്പത്തിൽ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കിയെടുത്താലോ. അതിനായിട്ട് ഇവിടെ 1 കപ്പ് തേങ്ങ, ഒരു നെല്ലിക്കയെക്കാളും കുറഞ്ഞ സൈസിലുള്ള പുളി, പിന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട് 1.5 ടീസ്പൂൺ, അതേപോലെ 3 വറ്റൽമുളക്, 4 കഷ്ണം ചുവന്നുള്ളിയും എടുത്തിട്ടുണ്ട്. ചമ്മന്തി അരയ്ക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കരിക്ക് പോലുള്ള തേങ്ങയൊന്നും ഉപയോഗിച്ച് ചമ്മന്തി അരയ്ക്കാനായിട്ട് പോകല്, അല്ലെങ്കിൽ ചമ്മന്തി ഒരു കുഴഞ്ഞ ഒരു പരുവത്തിലായിപ്പോവും. അതേപോലെ പുളി, നമുക്ക് പുളിപ്പുള്ള പുളിയാണെങ്കിൽ ഇതിലും ചെറിയ അളവിലെടുത്താൽ മതി, അല്ലെങ്കിൽ പുളിപ്പ് കൂടിയാലും അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും. പിന്നെ വറ്റൽമുളക് നമുക്ക് ചെറുതൊന്ന് ചൂടാക്കി എടുക്കണം. വറ്റൽമുളക് ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ കാന്താരി മുളകോ അതേപോലെ പച്ചമുളകോ ഉപയോഗിക്കാം. അപ്പോൾ നമ്മളിവിടെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോയില്ല, അതുകൊണ്ട് ഇഞ്ചിയോ ഒന്നും ചേർക്കുന്നില്ല. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കുകയാണ്. ഇവിടെ 1 കപ്പിനുള്ളതാണ് ഐറ്റംസാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതേപോലെ നമ്മൾ കൂടുതൽ തേങ്ങ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ അളവ് ഒന്നുകൂടെ കൂട്ടി വേണം എടുക്കാനായിട്ട്. നമ്മളിവിടെ മുളകൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. തേങ്ങയും വറ്റൽമുളകും കൂടി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ മുളക് പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. നമുക്ക് കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരച്ചെടുക്കാനായിട്ട് പാടില്ല, പൾസ് കൊടുക്കണം. 3 പൾസാണ് നമ്മൾ കൊടുക്കേണ്ടത്. മിക്സിയിൽ പൾസ് എന്ന ഓപ്ഷനിൽ 3 പ്രാവശ്യം കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. കുറച്ച് ടിപ്സൊക്കെ നോക്കിയാൽ നമുക്ക് കല്ലരച്ച് അതേ ടേസ്റ്റ് തന്നെ ചമ്മന്തി കിട്ടും. അതിനായിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പില എടുക്കുക. എന്നിട്ട് ഈ ചമ്മന്തി ഈ കറിവേപ്പിലയും കൂടെ യോജിപ്പിച്ച് വെച്ചിട്ട് നന്നായി തിരുമ്മിയെടുക്കുക. അപ്പോഴാണ് കല്ലിലരച്ചിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. നന്നായിട്ട് പെട്ടെന്ന് തന്നെ തിരുമ്മി എടുക്കുക. അതേപോലെ നമ്മൾ ചമ്മന്തി അരയ്ക്കാനായിട്ട് എടുക്കുന്ന തേങ്ങ പൊട്ടിക്കത്തില്ല. അപ്പോൾ ഉടനെ തന്നെ പൊട്ടിച്ച് നമ്മളെടുത്ത് തേങ്ങ തിരുമ്മി അരയ്ക്കാനായിട്ട് ശ്രമിക്കരുത്. കാരണം വെച്ചാൽ വെള്ളം തന്നെ ഉണ്ടെങ്കിൽ തേങ്ങയ്ക്ക് നമ്മൾ അരയ്ക്കുന്ന ചമ്മന്തിക്ക് അത്രയും ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. ഒരുമാതിരി കുഴഞ്ഞൊരു പരുവത്തിലോട്ട് ആയിപ്പോകും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ആദ്യത്തെ ആ ഭാഗം തിരിഞ്ഞ് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള ഭാഗം കൊണ്ട് നമ്മൾ ചമ്മന്തി അരയ്ക്കുകയാണെങ്കിൽ ചമ്മന്തി നല്ല ടേസ്റ്റി ആയിട്ടിരിക്കും. ഇത് പണ്ട് മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു തന്ന ടിപ്പാണ്. അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. ഇപ്പോൾ രാവിലെയാണ് നമുക്ക് ചമ്മന്തി അരയ്ക്കേണ്ടതെങ്കിൽ രാത്രിയിൽ ഫ്രിഡ്ജിലേക്ക് തേങ്ങ പൊട്ടിച്ച് വെച്ചിട്ട് രാവിലെ തണുപ്പ് മാറിയതിന് ശേഷം തിരിഞ്ഞ് നോക്കിയാലും മതി. അപ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. നിങ്ങൾ ഈ ടിപ്സൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ വൈകിട്ട് വരെ നമ്മുടെ ചമ്മന്തി ഇരുന്നാലും കേടാകാതിരിക്കും. അല്ലെങ്കിൽ നമ്മൾ രാത്രി ആകുമ്പോഴത്തേക്ക് ഒരു ചെവർപ്പ് പോലെ വരില്ലേ, അപ്പം അങ്ങനെയൊന്നും ഉണ്ടാവാതെ നമ്മുടെ ചമ്മന്തി നല്ലതുപോലെ ഇരിക്കണമെങ്കിൽ ആ ഈർപ്പനമൊന്നും ഇല്ലാതെ അരയ്ക്കുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ടിരിക്കും. അപ്പോൾ അത് സ്വാദിഷ്ടമായിട്ടുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല ചൂട് ചോറിലൊക്കെ വെച്ച് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. വേറെ കറികളൊന്നും തന്നെ വേണ്ട. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.